അസ്സലാമു അലൈക്കും. സുൽത്താനയെ വേദനിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് നെയ്ല മാഹിറിനെ തേടി വൈകുന്നേരം തോട്ടത്തിലേക്ക് ഇറങ്ങിയത്. സുൽത്താന വാശിക്കാരിയാണ്. അവളുടെ വാശി ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവൾ മടിക്കില്ല, ചിലപ്പോൾ മരിക്കാനും. അമീറിൻ്റെ മരണശേഷമുണ്ടായ അസുഖത്തിൽ നിന്ന് അവളൊന്ന് ഓക്കെയായത് കണ്ട് അഹമ്മദ് അയാളുടെ സുഹൃത്തിൻ്റെ മകനുമായി അവളുടെ വിവാഹം ഉറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അന്നവൾ എതിർത്തൊന്നും പറയാത്തത് കണ്ട് അയാൾ സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ബാത്റൂമിൽ വെയിൻ കട്ട് ചെയ്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന സുൽത്താനയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ആ ഓർമ്മകൾ ഇപ്പോഴും നെയ്ലയുടെ ഉടലൊന്നാകെ വിറയൽ പടർത്തി. മാഹിറിനെ കണ്ടതും നെയ്ലയുടെ മുഖം ആശ്ചര്യം കൊണ്ട് വിടർന്നു. സുൽത്താനയെ തെറ്റു പറയാൻ പറ്റില്ല, ഇയാൾ സുന്ദരനാണ്. എവിടെയൊക്കെയോ അമീറുമായി സാമ്യമുണ്ട് താനും. നെയ്ല അവനെ അടിമുടിയൊന്ന് നോക്കിയതിനു ശേഷം മനസ്സിൽ പറഞ്ഞു. മാഹിറിൻ്റെ ശ്രദ്ധ മുഴുവനും ചെയ്യുന്ന ജോലിയിലാണ്. നെയ്ല ഒന്ന് മുരടനക്കിയതും മാഹിർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിർത്തി അവളെ നോക്കി. 30 വയസ്സോളം പ്രായം തോന്നിക്കുന്നൊരു യുവതി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും മാഹിറിൻ്റെ പുരികമൊന്ന് ചുളിഞ്ഞു. അവൻ നെറ്റിയിലെ വിയർപ്പ് തൂത്തുകളഞ്ഞ് അവളെ നോക്കി. ആ പെണ്ണിന് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മാഹിറിന് തോന്നിയിരുന്നു. നിങ്ങളാണോ ഇവിടെ പുതുതായി തോട്ടം പരിപാലിക്കാൻ വന്ന ജോലിക്കാരൻ? നെയ്ല മുഖവരിയായി ചോദിച്ചു. അതെ. എന്ത് വേണമെന്നൊരു ഭാവം അവൻ്റെ മുഖത്തപ്പോൾ നെയ്ലക്ക് കാണാൻ കഴിഞ്ഞത് അമീറിനെ തന്നെയായിരുന്നു. നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നോടോ? എന്താ? അതെ, നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിന്റെ മുതലാളി അഹമ്മദിൻ്റെ സഹോദരിയാണ് ഞാൻ. പേര് നെയ്ല. നിന്റെ പേരും നാടുമെല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. നെയ്ല സൗമ്യതയോടെ ചോദിച്ചു. ഇവരെന്തിനാവും എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത്? എൻ്റെ പേരും നാളുമൊക്കെ അറിഞ്ഞിട്ട് ഇവർക്കെന്തിനാ? മാഹിർ സംശയത്തോടെ ആ സ്ത്രീയെ ഒന്ന് ചൂഴ്ന്നു നോക്കി. ഞാൻ അന്വേഷിക്കുന്നത് തന്നെക്കുറിച്ച് എന്തിനായിരിക്കും എന്നല്ലേ താനിപ്പോൾ ആലോചിച്ചത്? നെയ്ല പുഞ്ചിരിയോടെ തിരുക്കി. അവരെത്ര കുഴപ്പക്കാരിയൊന്നുമല്ലെന്ന് ആ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മാഹിറിന് മനസ്സിലായി. ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. താൻ ആദ്യം ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം. തൻ്റെ പേരെന്താ? നെയ്ല ഒട്ടും മടി കൂടാതെ ചോദിച്ചു. എൻ്റെ പേര് ഇലാൻ മാഹിർ. പിന്നെ ഒന്നും ചോദിക്കാതെ അവൻ പേര് പറഞ്ഞു. തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് ചോദിക്കുമ്പോൾ അവൻ്റെ വിവാഹം കഴിഞ്ഞതാവരുതേ എന്ന് ഉള്ളൊരുക്കി തേടുന്നുണ്ടായിരുന്നു നെയ്ല. സുൽത്താനെ ഓർത്തു മാത്രം. അവളുടെ ബാബിക്ക് അവളോട് അത്രയും സ്നേഹമാണല്ലോ. എന്നാൽ അവൻ്റെ മറുപടി അവളെ തളർത്തി. എൻ്റെ വീട്ടിൽ ഭാര്യയും കുഞ്ഞും ഉമ്മയും ഉപ്പയുമൊക്കെ ഉണ്ട്. തൻ്റെ മറുപടി കേട്ട് ആ മുഖം മങ്ങുന്നതും അവിടെയാകെ നിരാശപ്പെടുന്നതും മാഹിർ കണ്ടു. അവനൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവൾ ധൃതിയിൽ തിരിഞ്ഞു നടക്കുന്നത് കണ്ട് മാഹിർ അന്തം വിട്ടു നിന്നു. സത്യത്തിൽ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം ആരെ വട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുത്തി തന്നെ കണ്ടപ്പോഴേക്കും നെഞ്ചിലേക്ക് വന്നു വീഴുന്നു. ഇപ്പോഴിതാ ഒരുത്തി തന്നെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു വരുന്നു. പറയുന്നത് മുഴുവൻ കേൾക്കാതെ ഓടിപ്പോകുന്നു. മാഹിർ ഒന്ന് തല കുടഞ്ഞു. പിന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിൽ മുഴുകി. നെയ്ല മാഹിറിനോട് സംസാരിക്കുന്നതും മുഖം കുനിച്ച് നടന്നു വരുന്നതും സുൽത്താന കാണുന്നുണ്ടായിരുന്നു. അവൾ വിടർന്ന മുഖവുമായി അറവാതിൽ തുറന്ന് ഓടിയിറങ്ങിയത് ഉപ്പയുടെ മുൻപിലേക്കാണ്. അഹമ്മദ് മകളുടെ സന്തോഷം നിറഞ്ഞ ഭാവം നാളുകൾക്ക് ശേഷം കാണുകയാണ്. അയാൾ അവളെ അതിശയോക്തിയോടെ നോക്കി. അമീർ മരിച്ചതിൽ പിന്നെ അവൾ അധികം ചിരിക്കാറില്ല. എപ്പോഴും അവൻ്റെ ചിന്തയിൽപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ അവരുടെ പ്രണയനാളുകൾ അയവിറക്കി കണ്ണുനീർ വാർക്കും. ഇന്നിപ്പോൾ ഈ മുഖം വിടർന്നിരിക്കുന്നു. പഴയ ഓജസ്സും തേജസ്സുമൊക്കെ അവളിലേക്ക് തിരിച്ചെത്തിയതുപോലെ. അവളുടെ മാറ്റം അയാളിൽ സന്തോഷം നിറച്ചു. അപ്പോഴേക്കും നെയ്ല അകത്തേക്ക് വന്നു. സുൽത്താന ബാബിയുടെ കൈയും പിടിച്ച് മുറിയിലേക്ക് ഒരു ഓട്ടമായിരുന്നു. ഈ കുട്ടിയുടെ ഒരു കാര്യം. അഹമ്മദ് മകളുടെ കുട്ടിത്തം നിറഞ്ഞ പ്രവൃത്തി കണ്ട് ചിരിയോടെ മുഴിഞ്ഞു. ഐമൻ, നമ്മുടെ മോളിക്കിപ്പോൾ നല്ല മാറ്റമുണ്ടല്ലോ, അയാൾ ഭാര്യയോട് പറഞ്ഞു. ഉണ്ട്, അവളുടെ അസുഖമെല്ലാം ഇനി പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നു. അവരുടെ ചുണ്ടിലും ചിരിയാണ്. നെയ്ലയെ അകത്തേക്ക് കയറ്റി സുൽത്താന വാതിലടച്ചു. പറയ് ബാബി, അയാൾ എന്താ പറഞ്ഞത്? അയാളോട് ബാബി എന്നെക്കുറിച്ച് പറഞ്ഞോ? ഞാൻ അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞോ ബാബി? സുൽത്താന ആവേശത്തോടെ നെയ്ലയുടെ കൈപിടിച്ചു. അവൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? എനിക്കറിയാം,
ബാബി അയാളോട് എല്ലാം പറഞ്ഞു കാണുമെന്ന്. അയാൾക്ക് സന്തോഷമായി കാണും. അയാൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധമാവുമല്ലോ ഇത്. സുന്ദരിയായ പെണ്ണും കോടിക്കണക്കിന് സ്വത്തും. അയാൾ കണ്ണും പൂട്ടി യെസ് പറഞ്ഞു കാണും. തെല്ല് അഹങ്കാരത്തോടെ സുൽത്താന പറഞ്ഞുകൊണ്ടിരുന്നു. നെയ്ല അവളുടെ കൈ വേർപ്പെടുത്തി ബെഡിലിരുന്ന് നിലത്തേക്ക് കണ്ണുകളൂന്നി. സുൽത്താന പാഞ്ഞു വന്ന് നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ബാബിയുടെ മുഖം പിടിച്ചുയർത്തി ആശങ്കയോടെ നോക്കി. പറ ബാബി, അയാൾ എന്താ ബാബിയോട് പറഞ്ഞത്? എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ? എന്നെ വിവാഹം കഴിക്കാൻ അയാൾക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞോ? ചോദിക്കുമ്പോൾ ആ വാക്കുകളിൽ കടുപ്പവും ഒരു തരം ദേഷ്യവും നിറഞ്ഞു നിന്നിരുന്നു. ഇനിയും ഞാൻ മൗനം പാലിച്ചാൽ അവൾ ചിലപ്പോൾ മാഹിറിൻ്റെ അടുത്തേട്ട് നേരിട്ട് പോകുമെന്നും ഭയപ്പെട്ടു നെയ്ല. ഇനി ഒന്നും വേണ്ട സുൽത്താന, എല്ലാം മതിയാക്കിക്കോ. അയാൾക്കേ ഒരു കുഞ്ഞും ഭാര്യയുണ്ട്. അത് പറയുമ്പോൾ അത് നെട്ടുമെന്നും വ്യസനിക്കുമെന്നും കരുതിയ നെയ്ലയായിരുന്നു ശരിക്കും നെട്ടിയത്. സുൽത്താനയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ല. അതിനെന്താ? അവൾ തീർത്തും സ്വാഭാവികമായി ചോദിച്ചു. നീ എന്താ പൊട്ടിയാണോ സുൽത്താന? അയാളെ കാത്തൊരു ഭാര്യയും കുഞ്ഞും അയാളുടെ വീട്ടിലുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. നെയ്ല അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു. അത് കുഴപ്പമില്ല ബാബി, ഭാര്യയും കുഞ്ഞും അയാളുടെ നാട്ടിലില്ലേ, ഞാൻ ഇവിടെയും. ഒരു പുരുഷനെ 2 വിവാഹം കഴിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നല്ലല്ലോ. സുൽത്താന പറയുന്നത് കേട്ട് നെയ്ലയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. നിനക്ക് എന്താടി ഭ്രാന്താണോ സുൽത്താന? അയാൾ ഭാര്യ തറഞ്ഞ സഹിക്കുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിൻ്റെ അമീറിനെ സ്നേഹിക്കുന്നില്ലേ? അവൻ ജീവിച്ചിരിപ്പില്ലെന്ന് അറിഞ്ഞിട്ടും അവനെ പറിച്ചു മാറ്റാൻ കഴിയാതെ നീ അവനെ ഓർത്ത് വെന്ത് നേർന്നില്ലേ? നീ എന്നെ നോക്കി. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങൾ എത്ര കൊഴിഞ്ഞു പോയി. ഞാൻ ഇന്നും മറ്റൊരിണയെ തേടാതെ അവനെ ഓർമ്മയിൽ ജീവിക്കുന്നത് അവനെ അത്രമാത്രം പ്രണയിച്ചു പോയത് കൊണ്ടല്ലേ? അതുപോലെ തന്നെ ആയിരിക്കില്ല അയാളുടെ ഭാര്യയും. അവൾക്ക് അവൻ എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് സുൽത്താന. ഏത് പെണ്ണിനാണ് അവളെ ഭർത്താവിനെ പങ്കുവെക്കുന്നത് സഹിക്കാൻ കഴിയുക? നെയ്ല കിതപ്പോടെ പറഞ്ഞു നിർത്തി. സുൽത്താനയുടെ മുഖത്ത് കുറച്ച് ദിവസമായി തെളിഞ്ഞു കാണാനുള്ള പ്രസരിപ്പ് മാറി. അവിടെ പകനയിൽ വീശി തുടങ്ങുന്നത് നെയ്ല വ്യക്തമായി കണ്ടു. അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ മനസ്സ് മുറവിളി കൂട്ടുന്നുണ്ട്. നെയ്ല ഭയപ്പോടെ അവളെ നോക്കി. ബാബി പൊയ്ക്കോ, എനിക്കൊന്ന് തനിച്ചിരിക്കണം. അവൾ മുരണ്ടു. മോളെ ഞാൻ... നെയ്ല വീണ്ടും എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ താല്പര്യം കാണിക്കാതെ അവൾ നെയ്ലയുടെ കൈ പിടിച്ചു വലിച്ച് റൂമിന് വെളിയിലേക്കിറങ്ങി. ബാബി പൊയ്ക്കോ, പേടിക്കണ്ട, ഞാൻ മരിക്കൊന്നുമില്ല. ഇല്ല, എനിക്കിനിയും ജീവിക്കണം, ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ ജീവിതം എന്നും പറഞ്ഞവൾ റൂമിനകത്തേക്ക് കയറി കതകടച്ചു കളഞ്ഞു. നെയ്ല വീണ്ടും വാതിൽ തട്ടി നോക്കിയെങ്കിലും സുൽത്താന വാതിൽ തുറന്നില്ല. രാത്രി. ഇന്ന് കഥ എഴുതുമ്പോൾ മാഹിറിന് ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടിയാണ് താൻ എഴുതുന്നത്. അവൾ തൻ്റെ എഴുത്തിനെ സ്നേഹിക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. മാഹിറിൻ്റെ സന്തോഷം ചെറുതൊന്നുമല്ല. അവൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് അവൾക്കൊരു നേർത്ത ആശ്വാസം തന്നെയാണ് താൻ എഴുതുന്ന കഥകളെന്ന് അവൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണല്ലോ. സുറുമിക്ക് വേണ്ടി എഴുതാൻ പോലും വല്ലാത്തൊരു ഉഷാറാണ് മാഹിറിന്. എത്ര വേഗമാണവൻ ഒരു പാർട്ട് എഴുതി പോസ്റ്റ് ചെയ്തത്. തനിക്ക് വേണ്ടി ഞാൻ ഒരു പാർട്ട് എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾക്കൊരു മെസ്സേജ് അയച്ചിടാനും അവൾ മറന്നില്ല. താങ്ക്സ് ജിന്നെ. കഥയ്ക്ക് വേണ്ടി കാത്തിരുന്നവൾ മനസ്സ് നിറഞ്ഞൊരു നന്ദിയും അവനോട് പറഞ്ഞു. അവൾക്ക് അയാളെ ഒത്തിരി നാളെ പരിചയമുള്ളതുപോലെയാണ്. കുറച്ചു നേരം ആ ചാറ്റ് നീണ്ടുപോയി. നിങ്ങളൊരു സംഭവം തന്നെയാണ് കേട്ടോ ജിന്നെ. നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവ് വിളിച്ചു, എന്നോടും കുഞ്ഞിനോടും സംസാരിച്ചു. ആളുടെ ശബ്ദം എന്ന് കേട്ടപ്പോൾ തന്നെ പെരുന്നാൾ വന്നതുപോലെ പൊലിവായി എനിക്ക്. ആളെൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക് ഈ ജീവിതം തള്ളി നീക്കാൻ. സുറുമി അവളുടെ സന്തോഷം അവനോട് പങ്കുവെച്ചു. മാഹിർ ചിരിയോടെ അവൾ അയക്കുന്ന ഓരോ അക്ഷരങ്ങളും ഒപ്പിയെടുത്തു. എൻ്റെ പെണ്ണെ, നിന്നെയൊന്ന് കാണാൻ എനിക്ക് തോന്നുന്നു. അവൻ്റെ ഹൃദയം അവൾക്ക് വേണ്ടി തുടികൊട്ടി. മാഹിറിൻ്റെ കോൾ കണ്ടതും സുറുമിയുടെ മുഖം വിടർന്നു. 100 ആയുസാണല്ലോ. അവൾ കോളെടുത്ത് സലാം പറഞ്ഞു. മാഹിർ പുഞ്ചിരിയോട് സലാം മടക്കി. ആളെ മയക്കുന്ന ആ പുഞ്ചിരിയിൽ ലയിച്ചവൾ ഒരു നിമിഷം അങ്ങനെ ഇരുന്നു. എന്താണ് വിശേഷം? അവൾ തിരക്കി. അൽഹംദുലില്ലാ, ഇന്നലെ കണ്ടതിനേക്കാൾ തെളിച്ചമുണ്ട് ആ മുഖത്തിനെന്ന് മാഹിർ ശ്രദ്ധിച്ചു. നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു പെണ്ണെ. എനിക്കങ്ങോട്ട് വരാൻ തോന്നുന്നു. നിന്റെ മടിയിൽ തല ചായച്ച് കിടക്കാൻ തോന്നുന്നു. അവൻ്റെ സ്വരം അവളോടുള്ള തീവ്ര പ്രണയത്തിലെന്ന പോലെ ഒന്നിടറി. എന്നാലേ 6 മാസം എന്നുള്ളതേ വെട്ടിച്ചിരിക്കുന്ന നാളെ തന്നെ ഇങ്ങോട്ട് പ്ലെയിൻ കയറാൻ നോക്കി. എനിക്കും പൂതിയുണ്ട്. 4 കൊല്ലായില്ലേ. കുസൃതിയോടെ പറഞ്ഞു തുടങ്ങിയ സുറുമിയുടെ ചങ്കും ഒടുവിലൊന്ന് പിടിച്ചു.
രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ മിഴികൾ മാത്രം സംസാരിച്ച നിമിഷങ്ങൾ. ഇരുവരും തമ്മിലുള്ള ദൂരം കുറയുന്നത് പോലെ. അവരുടെ ഹൃദയമിടിപ്പിന് പോലും ഒരേ താളം. മാഹിർ അവളെ നോക്കി മൃദുവായി ചിരിച്ചു. അവൻ്റെ ആ നോട്ടം അവളുടെ ആത്മാവിനെ ആഴങ്ങളിൽ സ്പർശിച്ചു. സുറുമിയുടെ കവിളിൽ ചുവപ്പ് രാശി പടർന്നു. ഇങ്ങനെ നോക്കരുത് കേട്ടോ. അവൾ നാണത്തോടെ മുഖം ഒളിപ്പിച്ചു. ഇങ്ങനെ കണ്ടിട്ടെങ്കിലും എൻ്റെ പൂതി ഒന്ന് തീർക്കട്ടെ പൊന്നെ ഞാൻ. എൻ്റെ കൺട്രോൾ പോവട്ടോ. ആ മോനെ, അടുത്ത വ്യാഴാഴ്ച നമ്മൾ മൂത്തുമ്മാൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമാണ്. ഒരു പൊന്നിൻ്റെ വളയെങ്കിലും നമ്മൾ കൊടുത്തില്ലെങ്കിൽ കുറച്ചിലല്ലേ മോനെ. നിന്നോട് പറയാൻ മൂത്തുമ്മ പ്രത്യേകം പറഞ്ഞതാ. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഉയർച്ച ഉള്ളത് നിനക്കല്ലേ ഉള്ളൂ. ഒന്നല്ലെങ്കിലും നീയൊരു ഗൾഫുകാരനെയല്ലേ. നീ നാളെ തന്നെ കുറച്ച് പൈസ ഇങ്ങോട്ട് അയക്ക്. ഞാൻ CJ കൂട്ട് ജ്വല്ലറിയിൽ പോയി ഒരു പൊന്നിൻ്റെ വള വാങ്ങിച്ചോളാം. എന്തൊരു മയത്തിലാണ് ആനുമ്മ സംസാരിക്കുന്നത്. അല്ലെങ്കിലും കാര്യം കാണും വരെ അവർ വലിയ ഒലിപ്പിക്കലാണല്ലോ. സുറുമി അവരെ കേട്ട് ചൂരിലേക്ക് ചാരി നിന്നതേയുള്ളൂ. അവളപ്പോൾ അവളുടെ പ്രിയപ്പെട്ടവൻ്റെ അവസ്ഥ മാത്രമാണ് ഓർത്തത്. പാവം, എന്തെല്ലാം ഭാരങ്ങളാണ് ആ ചുമലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അവനെ ഓർത്ത് അവളിൽ നിന്നൊരു നൊന്ത് വിങ്ങുന്നൊരു നെടുവീർപ്പ് ഉതിർന്നു ചാടി. എൻ്റെ പഴയ ജോലി പോയി ഉമ്മ. പുതിയൊരെണ്ണം കണ്ടെത്തി ഇപ്പോൾ കയറിയതേ ഉള്ളൂ. അതിനാണെങ്കിൽ സാലറിയും കുറവാണ്. എൻ്റെ അവസ്ഥ ഇപ്പോൾ കുറച്ച് മോശം തന്നെയാണ്. സ്വർണമൊന്നും വാങ്ങാനേ ഇപ്പോൾ എനിക്ക് തൽക്കാലം നിവർത്തിയില്ല. ഉമ്മ തൽക്കാലം ഇക്കാക്കമായോട് പറഞ്ഞ് കുറച്ച് ക്യാഷ് കൊടുക്ക്. മാഹിർ തൻ്റെ അവസ്ഥ ഉമ്മയോട് തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ മുഖം മുരണ്ടു. ഈ എന്താ മാഹിറെ ഈ പറയണത്? സാലറി എത്ര കുറവാണെന്ന് പറഞ്ഞാലും ഒരു 50,000 ഇല്ലാതെ ഇരിക്കും എനിക്ക്. ഒന്നുമില്ലെങ്കിലും ഗൾഫിലല്ലേ. ഗൾഫിനെ കുറിച്ച് എനിക്കും കുറച്ചൊക്കെ അറിയാം. വെറുതെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ പൊട്ടിയാക്കണ്ട. പൈസ ഒന്നും കൊടുത്താൽ ശരിയാവില്ല. പൊന്നിൻ്റെ ഒരു വള തന്നെ കൊടുക്കണം. എനിക്കൊരു പെൺകുട്ടി വളർന്നു വരുന്നില്ലേ മാഹിറെ. വെറുതെ ആവില്ല കൊടുത്താൽ. എൻ്റെ മോളെ കെട്ടിച്ചു വിടുമ്പോൾ അവരത് തിരിച്ചു തന്നോളും. ആനുമ്മ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ലെന്ന് കണ്ടതും മാഹിർ തോൽവി സമ്മതിച്ചു. തൻ്റെ ഗതികേട് പറഞ്ഞ് ഫലിപ്പിക്കുന്ന കാര്യത്തിൽ അവനൊന്നും ദുർബലനാണല്ലോ. അവനത് കൊടുക്കില്ലെന്ന് തീർത്തു പറഞ്ഞാൽ പിന്നെ തൻ്റെ ഉമ്മ ആ കലി മുഴുവൻ തീർക്കുന്നത് തൻ്റെ പെണ്ണിൻ്റെ നെഞ്ചത്താവും. അവൾക്കിനിയും സങ്കടം കൊടുക്കാൻ വയ്യ. പാവമാണ്. അവൾ അയച്ച മെസ്സേജിലെ അക്ഷരങ്ങൾ ഇപ്പോഴും അവൻ്റെ ഉള്ളിൽ കിടന്ന് എരിയുന്നുണ്ട്. ശരി, ഞാൻ ഉമ്മ എവിടെന്നെങ്കിലും പൈസ കിട്ടുമെന്ന് നോക്കട്ടെ. സുറുമി എവിടെ ഉമ്മ? കോൾ അവസാനിക്കും മുമ്പേ അവളെ ഒന്നുകൂടി കാണാൻ മാഹിറിന് കൊതി തോന്നി. വിടരാൻ തുടങ്ങിയ ഒരു പുഞ്ചിരിയോടെ സുറുമി ഫോൺ വാങ്ങിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നതും, ആ ഓളെ ബാത്റൂമിൽ പോയെന്ന് തോന്നുന്നു. ഇനി പിന്നെ വിളിക്കും മോനെ. ആ പിന്നെ ഞാൻ പറഞ്ഞ പൈസ അയക്കേണ്ട കാര്യം മറക്കണ്ടട്ടാ എന്നും പറഞ്ഞ് ആനുമ്മ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. സുറുമിയുടെ മുഖം നിരാശയിൽ കുതിർന്നു. നിങ്ങളെന്ത് പണിയെ കാണിച്ചതുമ്മ? ഞാൻ ബാത്റൂമിൽ പോയെന്ന് നിങ്ങളെന്തിനാ മായക്കയോട് കള്ളം പറഞ്ഞത്? സുറുമി സ്വയം മറന്ന് പൊട്ടിത്തെറിച്ചു പോയി. ഇജി അങ്ങനെ പോനോട് സൊല്ലണ്ട. ഓനിപ്പോൾ ഒരു വിധത്തിലേ പൈസ അയക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ അത് മുടക്കും. അതുകൊണ്ടേ ഉമ്മാൻ്റെ കുട്ടി പോയി അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യേ. ആനുമ്മ പുച്ഛത്തോടെ പറഞ്ഞു. ഇനി അതിനുള്ള പൈസ ഒപ്പിക്കണം. എവിടുന്ന്? മാഹിറിന് തല പെരുത്തു. അവനെ നെറ്റിയിൽ വിരൽ കൊണ്ട് അമർത്തി കട്ടിലേക്കിരുന്നു. എന്തൊരു വിധിയാണിത്. എങ്ങനെയെങ്കിലും ഉള്ള കടം വീട്ടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വന്നോളും അടുത്ത കല്യാണം, പാലുകാച്ചിലും നൂലുകെട്ടും. അവൻ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നത് സക്രിയ കേട്ടു. എന്താടോ ഒറ്റയ്ക്കിരുന്ന് പറയുന്നത്? സക്രിയ തിരക്കി. ഒന്നുമില്ലക്കാ, ഞാൻ നമ്മളെ പ്രവാസികളെ അവസ്ഥ ഓർക്കായിരുന്നു. നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ പങ്കെടുത്തില്ലെങ്കിലും നമ്മളെ പൈസ കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കണം. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. മാഹിറിൻ്റെ ചുണ്ടിൽ നോവ് നിറഞ്ഞൊരു ചിരി ഉണ്ടായി. അത് ശരിയാടാ. പ്രവാസിയുടെ നമ്പരം അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടോ. ആ വാക്കുകളിൽ ആ വൃദ്ധൻ്റെ മനസ്സിലെ വിങ്ങൽ മുഴച്ചു നിന്നിരുന്നു. അല്ല, ഇപ്പോൾ എന്താ തൻ്റെ പുതിയ പ്രശ്നം? എൻ്റെ മൂത്തുമ്മാൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണം. പൊന്നിൻ്റെ വള തന്നെ സമ്മാനമായി കൊടുക്കണം എന്നാണ് ഉമ്മാക്ക് നിർബന്ധം. പൈസ നാളെ തന്നെ അങ്ങോട്ട് അയച്ചോളാതാണ് പറഞ്ഞത്. പെങ്ങളെ പരിപ്പണിക്ക് 2 ആഴ്ച മുമ്പാണ് കടം വാങ്ങി പൈസ അയച്ചു കൊടുത്തത്. ഇവിടെ പണം കഴിക്കണ മരത്തിൽ നിന്ന് അറുത്തെടുക്കുകയാണെന്നാണ് അവരെ വിചാരം. മാഹിർ പറയുന്നത് കേട്ട് സക്രിയ പൊട്ടിച്ചിരിച്ചു. നേരത്തെ കറ പിടിച്ച പല്ലുകളാണ് അയാൾക്ക്. ഈ എന്തായാലും നമ്മളെ മുതലാളിനോടൊന്ന് സംസാരിച്ചു നോക്ക്. ദയുള്ള മനുഷ്യനാണ്. അതും പറഞ്ഞ് അയാൾ ഫോണെടുത്ത് കട്ടിലേക്ക് ചാഞ്ഞു. ഇന്നിനിപ്പോൾ ഉറക്കം വരില്ല. ഇല്ലെങ്കിലും ഉറക്കമില്ലാതായിട്ട് എത്രയോ നാളായിരിക്കുന്നു. മാഹിർ വെറുതെ പുറത്തേക്കിറങ്ങി.
ആകാശത്ത് പുഞ്ചിരി തൂകി പാൽനിലാവ് വീശി പരത്തി നിൽക്കുന്ന ചന്ദ്രനെ നോക്കി അവൻ പുറത്തെ ബെഞ്ചിലിരുന്നു. പ്രകൃതി നിലാവിൻ്റെ പുതപ്പിനുള്ളിൽ ശാന്തമായി മയങ്ങാനുള്ള ഒരുക്കത്തിലാണ്. മനസ്സിലേക്ക് അങ്ങ് ദൂരെ നാട്ടിൽ തൻ്റെ മണയറുക്കുള്ളിൽ തന്നെയും കാത്തിരിക്കുന്ന ഇണക്കുളിയുടെ രൂപം തെളിഞ്ഞു വന്നു. അവൻ കണ്ണടിച്ച് ചുവരിലേക്ക് ചാരി നിന്നു. ഒളിച്ചു വന്നൊരു കള്ളക്കാറ്റ് മേലാസകലം തഴുകി കുളിരി പടർത്തിയിട്ടും അവൻ അതേ ഇരിപ്പ് തുടർന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്നറിയില്ല. പരിചിതമില്ലാത്തൊരു മണം മൂക്കിനെ പൊതിഞ്ഞതും മാഹിർ കണ്ണു തുറന്ന് ചുറ്റിൽ നോക്കി. അവിടെ മാകെ ഇരുട്ട് വിഴുങ്ങിയത് കൊണ്ട് തൻ്റെ അരികിൽ നിൽക്കുന്ന രൂപത്തെ അവന് വ്യക്തമായി മനസ്സിലായില്ല. സുൽത്താന കുറച്ചുകൂടെ അടുത്തേക്ക് വന്നതും മാഹിറിന് ആളെ മനസ്സിലായതും അവൻ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. സുൽത്താന! മുൻപ് എപ്പോഴോ കേട്ടു മറന്ന പേര് അവൻ ഒരു നിമിഷം കൊണ്ട് ഓർത്തെടുത്തുകൊണ്ട് ഉരുവിട്ടു. അവൾ തൻ്റെ അടുത്തേക്ക് ചൂടുവെക്കുന്നത് കണ്ട് മാഹിറിന് പരിവേഷം തോന്നി. അന്ന് സംഭവിച്ചതുപോലെ ആ പെണ്ണ് അവളുടെ കാമുകനാണെന്ന് തെറ്റിദ്ധരിച്ച് തന്നെ വീണ്ടും കെട്ടിപ്പിടിക്കാനുള്ള ഒരുക്കമാണോ എന്നവൻ ഭയപ്പെട്ടു. അവൻ അവളെ കടന്ന് മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും സുൽത്താന പാഞ്ഞു വന്ന് അവൻ്റെ വലത് കൈയിൽ പിടുത്തമിട്ടതും മാഹിർ പിടിച്ചു കെട്ടിയതുപോലെ തറഞ്ഞു നിന്ന് പോയി. ഒരു നിമിഷം നിൽക്കൂ, ഒരു നിമിഷം, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. അവൾ കിതച്ചു. മാഹിർ അവൾ പിടിച്ച കൈ കുടിഞ്ഞെറിയാൻ ശ്രമിക്കും തോറും അവളുടെ പിടുത്തം മുറുകിയതേയുള്ളൂ. പ്ലീസ്, എന്നെ കേൾക്കാതെ പോരുത്. അവൻ്റെ മുഖത്ത് പ്രകടമായ താല്പര്യമില്ലായ്മ കണ്ടവൾ പറഞ്ഞു. നിനക്ക് എന്താണ് എനിക്ക് പറയാനുള്ളത്? അതും ഇവിടുത്തെ വെറുമൊരു ജോലിക്കാരനായി എന്നോട്. ഞാൻ പറഞ്ഞതല്ലേ എല്ലാം. ഞാൻ നിൻ്റെ കാമുകനെന്നല്ല. മാഹിർ അവളുടെ പിടുത്തത്തിൽ നിന്നും തൻ്റെ കൈയിനെ പൂർണ്ണമായും മോചിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അതെനിക്കറിയാം, നിങ്ങളെൻ്റെ അമീറല്ലെന്ന്. അവൻ ഒരിക്കലും വരില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അവളുടെ ശബ്ദം നോവാൽ നേർത്തു. പക്ഷേ നിങ്ങൾ അത്രയും പറഞ്ഞവളെന്ന് നിർത്തിയതും മാഹിറിൻ്റെ മുഖം ചുളിഞ്ഞു. തൻ്റെ മുൻപിൽ നിൽക്കുന്ന കരുത്തുറ്റ പുരുഷനെ അവൾ ആർത്തിയോടെ നോക്കി. നിങ്ങളിൽ ഞാൻ എൻ്റെ അമീറിനെ കാണുന്നു. നിങ്ങൾ ശരിക്കും എൻ്റെ അമീറിനെ പോലെ തന്നെയാണ്. നിങ്ങളുടെ സാമീപ്യവും രൂപവും അവനെ ഓർമ്മിപ്പിക്കുന്നു. അത് പറയുമ്പോൾ തീവ്ര പ്രണയം കൊണ്ടുള്ള തൊണ്ടയിടറി കണ്ണുകൾ നനഞ്ഞു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എൻ്റെ അമീറിനോളം ഞാനിപ്പോൾ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പ്രേമം തോന്നുന്നു. നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കാമോ? ശ്വാസം അടക്കി പിടിച്ചവൾ പറയാനുള്ളത് പറഞ്ഞു തീർത്തു. സുൽത്താനയുടെ പ്രതീക്ഷ മുറ്റിയ ശബ്ദം, ദയനീയതയോടെയുള്ള കണ്ണുകൾ തിളങ്ങുന്നത് അവൻ നിലാവെട്ടത്തിൽ വ്യക്തമായി കണ്ടു. മാഹിറിൻ്റെ ഉള്ളമൊന്ന് കിടങ്ങി. ഇടവെറ്റാട്ടതുപോലെ ഒരു നിമിഷം ധരിച്ചു നിന്നു. താനിപ്പോൾ എന്താ കേട്ടത്? ഒന്നുകൂടെ ഓർത്തു നോക്കിയതും വിറങ്ങലിച്ചു പോയവൻ തൊട്ടടുത്ത നിമിഷം തൻ്റെ പ്രിയപ്പെട്ടവളുടെ പുഞ്ചിരി അവൻ്റെ മനസ്സിലേക്ക് എത്തി. ശരിക്കും ഭ്രാന്ത് തന്നെയാണ് കേട്ടോ നിനക്ക്. എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ നീ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്? എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. എനിക്ക് 4 വയസ്സായൊരു മോളുമുണ്ട്. നെട്ടലിൽ നിന്നും പുറത്തു വന്നതും മാഹിർ പരിഹാസം കലർത്തി പറഞ്ഞുകൊണ്ട് പിറകിലേക്ക് ചുവട് വെച്ചു. അതിനെന്താ? ഭാര്യയും മക്കളുമുള്ള പുരുഷന്മാർ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് ലോകത്തിൽ നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ മാഹിർ. സുൽത്താന അവൻ പറഞ്ഞതിനെ നിസ്സാരമാക്കി. എന്ത് പെണ്ണാണിത്? ഈ പെണ്ണിനെ തനി വെട്ട് തന്നെയാണ്. ഒട്ടും കൂസലില്ലാതെ അവൾ പറയുന്നത് കേട്ട് മാഹിറിൻ്റെ കണ്ണുമിഴിഞ്ഞു. നിങ്ങൾക്ക് ഭാര്യയും കുഞ്ഞും ഉണ്ടെങ്കിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. അതൊന്നും എന്നെ ബാധിക്കുകയില്ല. എനിക്ക് നിങ്ങളെ വേണം. നിങ്ങളോട് എനിക്ക് പ്രണയമാണ് മാഹിർ. ഞാനിപ്പോൾ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഇപ്പോൾ പോയി മരുന്ന് കഴിച്ച് ഉറങ്ങാൻ നോക്ക് കുട്ടി. ഇല്ല, ഞാൻ എന്നും പോവില്ല. എനിക്ക് നിങ്ങളിൽ നിന്നൊരു മറുപടി വേണം. പറ മാഹിർ, നിനക്കെന്നെ ഇഷ്ടല്ലേ? സുൽത്താന വീണ്ടും പ്രതീക്ഷയോടെ ചോദിച്ചു. ഇഷ്ടല്ല, എനിക്ക് നിന്നെ ഇഷ്ടല്ല. മാഹിർ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. നിന്റെ സൂക്കേട് വേറെയാണ്. നിന്റെ അമീറിനെ നീ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുണ്ടെങ്കിലേ നീ ഇപ്പോൾ എൻ്റെ മുൻപിൽ വന്നിങ്ങനെ പറയുമായിരുന്നില്ല. മാഹിർ അവളുടെ പ്രണയത്തെ പുച്ഛിച്ചു. സുൽത്താനയുടെ മുഖം മാറി. അവിടെ ദേഷ്യം ഇടം പിടിച്ചു. അവനോട് ദേഷ്യം കാണിക്കാതെ അവൾ വീണ്ടും ഒരു ചിരി ചുണ്ടിൽ തേച്ച് സംസാരിച്ചു തുടങ്ങി. എന്നെ വിശ്വസിക്കൂ. നിങ്ങൾ എൻ്റെ അമീറാണെന്ന് തന്നെയാണ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്നെ വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് നേട്ടം മാത്രമേ ഉണ്ടാവൂ മാഹിർ. എത്ര നാൾ ഈ തുച്ഛമായ ശമ്പളം വാങ്ങി ജോലിയെടുത്ത് ജീവിക്കും നിങ്ങൾ? നിങ്ങൾക്ക് വലിയ ഉദ്യോഗം വേണ്ടേ? കൈ നിറച്ചും പണം വേണ്ടേ? ഞാനും എൻ്റെ ബാപ്പയും വിചാരിച്ചാൽ നടക്കാത്തതൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്ര സമ്പത്തുണ്ട് എൻ്റെ ബാബയ്ക്ക്. അതിനെല്ലാം ഒരേ ഒരു അവകാശി ഞാൻ മാത്രമാണ്. മാത്രമല്ല ഏതൊരാളും മോഹിച്ചു പോകുന്ന സൗന്ദര്യം എനിക്കുണ്ട്. സുൽത്താന ഗമയോടെ പറഞ്ഞു. മാഹിർ അവൾ പറഞ്ഞതിനെ പാടെ പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു. അവൻ്റെ ചിരി സുൽത്താനയുടെ ഉള്ളിൽ കൊളുത്തി പകയുണ്ടാക്കി. നീ ഇപ്പോൾ പോയി കിടന്നുറങ്ങും കുട്ടി. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല.
നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ മാഹിർ. പെണ്ണിൻ്റെ മൊഞ്ച് കണ്ട് മയങ്ങുന്നവനല്ല. ഈ മാഹിറിന് ജീവിതത്തിൽ ഒരു പെണ്ണേയുള്ളൂ, അതെൻ്റെ സുറുമി മാത്രം. അവളോളം സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ മാഹിർ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ്റെ സുറുമിയെക്കുറിച്ച് പറയുമ്പോൾ അവളെ തൊട്ടുമുമ്പിൽ കണ്ടാലെന്ന പോലെ മാഹിറിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവന് അവൻ്റെ പെണ്ണിനോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ സുൽത്താനയുടെ ഉള്ളിൽ അവനോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി. തന്നെപ്പോലെയുള്ളൊരു പെണ്ണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ആ ഇഷ്ടം പുച്ഛിച്ച് തള്ളുന്നൊരു പുരുഷനോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. അതിശയത്തോടൊപ്പം ഒരു തരം വാശിയും തോന്നി അവൾക്ക്. അവനെ തൻ്റേതാക്കണമെന്നുള്ള ഒരു ദുർവാശി. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് ഏതു പുരുഷനും അവരുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു പോകും എന്നല്ലേ? ഒരു പെണ്ണിനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ആണരുത്തിൻ്റെ ഹൃദയം ഞാൻ പിടിച്ചു വാങ്ങിയിരിക്കും. നിന്നെ വീഴ്ത്താനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട് മോനെ. തൊട്ടടുത്ത നിമിഷം സുൽത്താനയുടെ കണ്ണുകൾ ചുറ്റിലും ഒന്ന് ഉഴറി ആരെയോ തിരിഞ്ഞു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി കൊടുങ്കാറ്റ് പോലെ വന്നവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ വട്ടം പുണർന്നു. എനിക്കിഷ്ടമാണ് മാഹിർ, എൻ്റെ ജീവനേക്കാൾ ഏറെ ഇഷ്ടമാണ്. എന്നെ വേണ്ടെന്ന് മാത്രം പറയരുത്. അവൻ്റെ നെഞ്ചിൽ മുഖം ഉയർത്തിയവൾ പറഞ്ഞതും തീക്കൊള്ളം കൊണ്ട് കുറ്റേറ്റതുപോലെ പുള്ളിപ്പിടഞ്ഞ് മാഹിർ അവളെ തൻ്റെ ദേഹത്തു നിന്നും പറിച്ചു മാറ്റി പുറകിലേക്ക് നീങ്ങിയിരുന്നു. അതേ നിമിഷം തന്നെ അവൾ വീണ്ടും അവനിലേക്ക് ചാഞ്ഞ് അവൻ്റെ കവളിൽ അതിരങ്ങൾ ചേർത്ത് വെച്ചു. അവനൊരു പുരുഷനാണ്. മജ്ജയും മാംസവുമുള്ള ഒരു ആണരുത്തിൻ്റെ രാവിൽ ഒരു പെണ്ണുടലിൻ്റെ മൃദുലത വർഷങ്ങൾക്ക് ശേഷം അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരം വിറയലും അവനിൽ പടർന്നതും മാഹിർ സമനില വീണ്ടെടുത്ത് സുൽത്താനെ ഒറ്റത്തള്ള്. അവൻ്റെ ശക്തിയിൽ സുൽത്താന നിലത്തേക്ക് വീണുപോയി. സുൽത്താനയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ സുൽത്താന? പോ, നിനക്ക് പറ്റിയ ആൾക്കാരെ വേറെ കാണും. പെണ്ണിൻ്റെ സമ്പത്തും തൊലിയൊളിപ്പും കണ്ട് മയങ്ങുന്നവർ ഈ മാഹിറിനെ അതിനെ കിട്ടില്ല. കിതച്ചുകൊണ്ട് പറഞ്ഞവൻ വെട്ടിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ സുൽത്താന ചാടി എഴുന്നേറ്റ് അവൻ്റെ മുൻപിലേക്ക് തടസ്സമായി നിന്നു. എനിക്ക് പറ്റിയ ആള് നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ തന്നെ വേണം എനിക്ക്. വാശിയോടെ പറഞ്ഞവൻ വീണ്ടും അവനിലേക്ക് ഒട്ടിയതും മാഹിറിൻ്റെ കരുത്തറ്റ കൈത്തലം അവളുടെ കവളിൽ ആഞ്ഞു പതിച്ചിരുന്നു. വെറുമൊരു ജോലിക്കാരന് ഇത്രയും അഹങ്കാരമോ? സുൽത്താനയുടെ കണ്ണുകളിൽ പകയുടെ തിരയിളകി മറയുന്നൊരു നോട്ടം. അവളുടെ ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങിയിരുന്നു. ഇത്രയും അഹങ്കാരിയായ ഒരു പുരുഷനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. എൻ്റെ കവളിൽ ഈ പതിഞ്ഞ ഈ കൈകൊണ്ട് നിങ്ങളെൻ്റെ മേനിയെ തലോടുന്നൊരു ദിവസം വരും. നിങ്ങളൊരു കളിപ്പാവ പോലെ എൻ്റെ കാൽക്കീയിൽ വരുത്തും ഞാൻ കീ കൊടുക്കുമ്പോൾ മാത്രം ചലിക്കുന്ന ഒരു വെറും കളിപ്പാവ. ഇനി ഇതെൻ്റെ ഒരു വാശി കൂടിയാണ്. അവൻ തല്ലിയ കവിൾ പൊതിഞ്ഞു പിടിച്ചവൾ പറഞ്ഞു. തന്നെപ്പോലൊരു സുന്ദരിയായ പെണ്ണ് മുൻപിൽ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ഒരിത്തിരി മനംപാറ്റം പോലും സംഭവിക്കാത്തൊരു യുവാവ്. അവൻ എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്ന് തോന്നി അവൾക്ക്. തന്നെ നോക്കി വെല്ലുവിളി പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് പോകുന്നൊരുത്തിയെ അവൻ ഇരുട്ടിലേക്ക് പൂർണ്ണമായും മറയും വരെ നോക്കി നിന്നു. എന്തൊക്കെ പറഞ്ഞാലും അവളെ കൈനീട്ടി അടിച്ചത് തെറ്റായിപ്പോയെന്ന് മാഹിറിൻ്റെ മനസ്സ് വാദിച്ചു. ദേഹത്തിൽ ഇപ്പോഴും അവളുടെ ഇളം മുടലിൻ്റെ ചൂടും ചൂരും തങ്ങി നിന്ന് അവനെ അസ്വസ്ഥനാക്കി. അസുഖമുള്ള കുട്ടിയാണെന്ന് അവളുടെ ബാപ്പ മുന്നറിയിപ്പ് തന്നതാണ്. എല്ലാം അറിഞ്ഞിട്ടും ആ കുട്ടി പറഞ്ഞ പൊട്ടത്തരം കേട്ട് താൻ അവളെ കൈനീട്ടി അടിച്ചെന്നങ്ങാനും അവളുടെ ബാപ്പ അറിഞ്ഞാൽ തൻ്റെ ഈ ജോലി നഷ്ടപ്പെടുമോ എന്നൊരു നേർത്ത ഭയം കൂടി മാഹിറിൻ്റെ ഉള്ളിൽ വളർന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ പോകുന്ന ജോലിയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും മാഹിർ. എന്നാലും എൻ്റെ സുറുമിക്ക് മാത്രം നൽകിയ എൻ്റെ ഹൃദയവും ശരീരവും മറ്റൊരുത്തി കൂടി പങ്കുവെക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. മാഹിർ അകത്ത് കയറി വാതിലടച്ച് ബ്ലാങ്കറ്റിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞ് അസ്വസ്ഥത നിറച്ചു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അസ്സലാമു അലൈക്കും.